നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിലവിൽ സൈനികർക്ക് ഒരു കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് വരുന്ന ഏത് അപ്രതീക്ഷിത സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ രാജ്നാഥ് സിംഗ്. ലക്നൌവിലെ സെൻട്രൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ റഷ്യ നിലവിൽ ആക്രമണം നടക്കുകയാണ്. യുക്രൈൻ നഗരമായ പോൾട്ടാവിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 206 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ സൈനിക സഹായം നൽകണമെന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് പ്രസിഡന്റ് സെലസ്കി യുഎസിനോട് യൂറോപ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈനിലേക്ക് നടത്തിയ ആക്രമണം ഇന്ത്യ വളരെ ശക്തമായി തന്നെയാണ് ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇസ്രയേൽ, ഹമാസ് എന്നിവിടങ്ങളിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെയാണ് ഇന്ത്യ ചർച്ച ചെയ്യുന്നതും അത് വലിയ ഗൗരവത്തോടു കൂടിയാണ് ആ യുദ്ധം തന്നെ ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇന്ത്യക്ക് ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ശക്തമായ ഒരു നീക്കം തന്നെ നിലവിൽ എടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിലെ നിലവിൽ സാഹചര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ച പ്രതിരോധ മന്ത്രി ഈ സംഭവങ്ങൾ വിശകലനം ചെയ്യാനും ഭാവിയിൽ രാജ്യം അഭിമുഖീകരിക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും സൈനിക മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നമായി തന്നെയാണ് നിലവിൽ അവിടുത്തെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇന്ത്യ ശക്തമായ രീതിയിൽ ഒരു വാണിംഗ് ഒക്കെ മോദി നൽകുന്നുണ്ട് എന്നെങ്കിലും ബംഗ്ലാദേശിൽ സ്ഥിതി ഇപ്പോഴും ഹിന്ദുക്കൾക്ക് എതിരാണ്. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ച പ്രതിരോധ മന്ത്രി ഈ സംഭവങ്ങൾ വിശകലനം ചെയ്യാനും ഭാവിയിൽ രാജ്യം അഭിമുഖീകരിക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും സൈനിക മേധാവികളോടും വിവിധ സൈനികരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന വടക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങൾ അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും കണക്കിലെടുക്കണം. അത് കൂടാതെ ബംഗ്ലാദേശിലെ മിലിറ്ററി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ അവർ പറയുന്നത് ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയോട് അതീവ ജാഗ്രതയിൽ ഇരിക്കാനാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അടുത്തിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനൂസ് ബംഗ്ലാദേശിലെ കൊടും തീവ്രവാദിയെ തുറന്നു വിട്ടതോടുകൂടി ഇന്ത്യക്ക് പോലും മുഹമ്മദ് യൂനൂസിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും വൻതോതിൽ സംശയം സൃഷ്ടിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ കർശന പരിശോധന നടത്താനുള്ള നീക്കങ്ങളും ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ അതിർത്തിയായ റെഡ് ക്ലിഫിൽ വലിയ തോതിലൊരു പരിശോധന തന്നെ BSFന്റെ നേതൃത്വത്തിലും ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിലും നടത്തി വരുന്നുണ്ട്. യുക്രൈൻ വിഷയവും, അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയവും ഇറാനും ഹമാസും തമ്മിലുള്ള വിഷയവും ബംഗ്ലാദേശും, ഈ മൂന്നും ഇന്ത്യ വളരെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ, ഏതെങ്കിലും ഒരു രാജ്യത്ത് തന്നെ വലിയ തോതിലൊരു ആക്രമണം ഉടലെടുത്താൽ അത് ഇന്ത്യക്ക് വലിയ തോതിൽ കുറച്ച് ഒരു ഭീഷണി നേരിടും. അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്രമണം നടക്കുമ്പോൾ തന്നെ ഇന്ത്യ സൈനിക മേധാവിയും IBയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രി എല്ലാം കൂടെ ഒരു ശക്തമായ ഒരു മീറ്റിംഗ് തന്നെ ഉടനടി നടത്തുന്നതും അതിനൊരു പരിഹാരം കാണുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ രാജ്നാഥ് സിംഗ് ഒരു പട്ടാളക്കാർക്ക് തന്നെ, സൈനിക മേധാവിമാർക്ക് തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏത് യുദ്ധത്തെയും അഭിമുഖീകരിക്കാൻ നമ്മൾ പൂർണ്ണ സജ്ജമായി ഇരിക്കണമെന്നും ഏതൊരു സമയത്തും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്.